അതെ, 10 മിനിറ്റ് കൊണ്ടൊരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയാലോ? 4 വലിയ സ്ലൈസ് ബ്രെഡിലേക്ക് ഒരു കോഴിമുട്ടയും പാകത്തിനുപ്പും കുറച്ച് പഞ്ചസാരയും ഇത് കുഴക്കാൻ ആവശ്യമായ പാലും കൂടി ചേർത്ത് കുഴച്ച് വെള്ളം ഏറാതെ കുഴക്കണേ. പാകത്തിനുള്ളൊരു ഡവ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അടി പിടിക്കാൻ ചാൻസ് കുറവുള്ളൊരു പാത്രത്തിൽ ബട്ടർ നല്ലതായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഡവ് പരത്തി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈ കൊണ്ടാണെങ്കിൽ ഈ പരത്തൽ ഷേപ്പിംഗ് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. പിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെച്ച് ഒരു 7-8 സെക്കൻഡ് അടച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്ക് ആയി തുടങ്ങാതെ മറിച്ചിടാൻ നോക്കുക, ഇത് പൊട്ടിപ്പോട്ടോ. സോ കുക്കായി തുടങ്ങിയെന്ന് കാണുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഹോം മെയ്ഡാണ്. ഇത് ഞാൻ യൂട്യൂബിലുള്ള ഒരു വീഡിയോ നോക്കിയിട്ട്, ഒരു വീഡിയോ അല്ല പല വീഡിയോയിലും ഒരു വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ആവശ്യത്തിലധികം മൊസറല്ല ചീസും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സൊക്കെ വാരി വിതറി കൊടുക്കുക. പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, മിക്സ്ഡ് ഹെർബ്സ് അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടമുള്ള സ്പ്രിങ്കിൾസ് അതൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് സ്ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ എൻ്റെ സ്റ്റൗ എന്നെ ചതിച്ചു. ചീസ് മെൽറ്റാവുന്ന മുമ്പ് അടിയിൽ നിന്ന് കരിയും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് തട്ടി നമ്മൾ ഫുഡൊക്കെ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന അതേ ടെമ്പറേച്ചറിൽ തന്നെ ഓവനിൽ 1 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്തുട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പിസ്സ ബോക്സ് തുറക്കണ അതേ സ്മെല്ലായിരുന്നു ഈ ഓവൻ്റെ ഡോർ തുറന്നപ്പോൾ. സൂപ്പറായിരുന്നു. ഇതിൽ വേണമെങ്കിൽ എക്സ്ട്രാ സ്പ്രിങ്കിൾസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാം. സോസ് കൂട്ടിയിട്ടോ കൂട്ടാതെയൊക്കെ കഴിക്കാം. അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. 10 മിനിറ്റ് വർത്ത് കുക്കിംഗ് ആണ്.